നമുക്ക് ചുറ്റും 100 ലക്ഷം ആളുകൾ. മധ്യപൂർവേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG ഉൽപാദനം കൂട്ടാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം വന്നിരിക്കുന്നു. യുദ്ധം ഊർജ്ജ പ്രതിസന്ധിക്കിടയാക്കിയേക്കുമെന്ന ആശങ്കകൾക്കിടെയാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഇടപെടൽ. LPG ലഭ്യത കുറവ് രാജ്യത്തെ വിവിധയിടങ്ങളിൽ വലിയ പ്രതിസന്ധികൾക്കിടയാക്കിയിട്ടുണ്ട്. പാചകവാതക വിതരണ പ്രതിസന്ധിയിൽ വലയുകയാണ് മുംബൈയും ബംഗളൂരുവും തുടങ്ങിയ നഗരങ്ങളിലെ ഹോട്ടൽ ഉടമകൾ. പാചകവാതക വിലവർധനയിൽ കേരളത്തിലെ ഹോട്ടൽ ഉടമകളും ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. കൊച്ചിയിലെ ഹോസ്റ്റൽ ഉടമകളും വലിയ പ്രതിസന്ധിയിലാണ്. പകുതി ഹോസ്റ്റലുകളിലും ഭക്ഷണം നിർത്തിവെച്ചുവെന്നും ഹോസ്റ്റലുകൾ അടച്ചിടേണ്ട അവസ്ഥയെന്നും ഹോസ്റ്റൽ ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. അവരുടെ വാക്കുകളിലേക്ക്. നിലവിൽ ഹോസ്റ്റൽ സിറ്റുവേഷൻ ഇപ്പോൾ വളരെ ദുരിതത്തിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്യാസിൻ്റെ ഷോർട്ടേജ് വളരെ കൂടുതലാണ്. പല ഹോസ്റ്റലുകളിലും ഇപ്പോൾ ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മളിപ്പോൾ ഓൾറെഡി 20% ഹോസ്റ്റലുകളിൽ ഭക്ഷണം ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. കുറേ കുട്ടികൾ ജോലി ചെയ്യാൻ വേണ്ടി വരുന്നവരും അതുപോലെ തന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളൊക്കെയാണ്. ഈ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഭക്ഷണ ദാരിദ്ര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണി ചേരുകയാണ്. ആദ്യം ആൻ, വലിയ പ്രതിസന്ധിയാണ്. പ്രത്യേകിച്ച് ഈ ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ ദിവസം കൂടി. അതിന് പിന്നാലെ ഈ വാണിജ്യ സിലിണ്ടറുകളുടെ കാര്യത്തിൽ നിയന്ത്രണം വരുന്നു. ഹോട്ടൽ മേഖലയൊന്നും വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പം ഹോസ്റ്റലുകൾ ഇപ്പോൾ അവരുടെ ആശങ്ക പങ്കുവെക്കുകയാണ്. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ ഒരുപാട് പേർ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ഹോട്ടലുകളെയും ഭക്ഷണത്തിനായി വീടല്ലാതെ പാചകം ചെയ്ത് കഴിക്കാത്ത ആളുകളൊക്കെ ഒരുപാടുള്ള നഗരങ്ങളിൽ ഇത് വലിയ പ്രതിസന്ധിയാകും. ഏത് നിലയിലാണ് ഇപ്പോഴത്തെ ഈ പാചകവാതക വിതരണം? വരും ദിവസങ്ങളിൽ ഇവർ പ്രതീക്ഷിക്കുന്ന പ്രതിസന്ധി അതേത് നിലയിലാകും? കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച നിലയിലല്ല നിൽക്കുന്നത്. വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് കേരളം അല്ലെങ്കിൽ സംസ്ഥാനം മുഴുവനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഹോട്ടലെന്നോ ഹോസ്റ്റലെന്നോ അടുക്കള നമ്മുടെ സ്വന്തം വീടുകളെന്നോ ഒന്നും വ്യത്യാസമൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഈ വിലവർധനവും അതോടൊപ്പം തന്നെ LPG സിലിണ്ടറുകളുടെ ഈ ലഭ്യതക്കുറവും എന്ന് പറയുന്നത്. സാധാരണ നിലയിൽ നമ്മളിപ്പോൾ MG റോഡിലുള്ള ഒരു ഹോട്ടലിലാണ് നിൽക്കുന്നത്. സാധാരണ നിലയിൽ ഈ ഹോട്ടലുകളിലൊക്കെ നമ്മളൊരു LPG സിലിണ്ടറിനുള്ള ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 മണിക്കൂർ ഈ സമയത്തിനുള്ളിൽ ഇവർക്ക് സിലിണ്ടറുകൾ ലഭ്യമാകുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഒരു കഴിഞ്ഞ ശനിയാഴ്ച കൊടുത്ത സിലിണ്ടർ ഇന്ന് ചൊവ്വാഴ്ചയായി. ഈ സമയമാകുമ്പോൾ പോലും കിട്ടാത്ത രീതിയിലുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോടൊപ്പം എന്തായാലും ഇപ്പോൾ ഇത് സ്റ്റേറ്റ് വർക്കിംഗ് സെക്രട്ടറി ആയിട്ടുള്ള അസീസ് മൂസ ചേരുകയാണ്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയാണ് നിലവിലത്തെ സിറ്റുവേഷൻ? വളരെ വേസ്റ്റാണ്. കാരണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വിതിൻ 2 or 3 days നമ്മൾ ഒരു 50% ഹോട്ടലുകൾ കേരളത്തിൽ അടക്കേണ്ടതായിട്ട് വരും. കാരണം ആ രീതിയിലാണ് പോക്ക്. കാര്യം സാധാരണഗതിയിൽ 10ഉം 12ഉം സിലിണ്ടറൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന പല കടകളിലേക്കും 1ഓ 2ഓ സിലിണ്ടറാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് കുക്ക് ചെയ്യാനുള്ള പരിമിതിയും വളരെ ഇതായി ഇരിക്കുകയാണ്. കാരണം സാധാരണഗതിയിൽ ദോശയ്ക്ക് പ്രത്യേക സിലിണ്ടർ, പൊറോട്ടയ്ക്ക് മറ്റൊരു സിലിണ്ടർ, മറ്റേ ചൈനീസിന് മറ്റൊരു സിലിണ്ടർ, ആ രീതിയിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം കൂടി ഒരു 1ഓ 2ഓ സിലിണ്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ പല ഐറ്റവും കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് ബിസിനസ്സിൻ്റെ പരിമിതി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും. ഒന്ന്. മറ്റൊന്ന്, ഇതിന് അതായത് റീഫില്ലിങ് കിട്ടാതെ വരികയാണെങ്കിൽ ഒരു ദിവസം ഒരു ഹോട്ടലിലേക്ക് ശരാശരി എത്ര സിലിണ്ടറുകൾ കിട്ടും? ഇപ്പം നിലവിൽ കിട്ടുന്നത് എത്രയാണ്? അത് ഡിപ്പെൻഡ് അപ്പോൺ ദ ബിസിനസ് ആണ്. എന്നിരുന്നാലും ഞാൻ കേരളത്തിലെ മൊത്തത്തിലുള്ള ഒരു ആവറേജ് പറയുകയാണെങ്കിൽ ഒരു ദിവസം 1ഓ 2ഓ സിലിണ്ടറുകൾ മിനിമം വേണം. ആ രീതിയിൽ പറയുകയാണെങ്കിൽ 10-65,000 മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. ആ സംഘടനയുടെ കണക്ക് മാത്രം കൂട്ടിയാൽ തന്നെ 1.5 ലക്ഷം സിലിണ്ടറോളം ഒരു ദിവസം. നിലവിൽ ഇപ്പോൾ എത്രയാണ് ഇപ്പോൾ വരുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു 10% പ്രൊഡക്ഷനായിട്ട് ഗോഡൗണുകളിൽ, അതായത് ഡീലേഴ്സിൻ്റെ പക്കലേക്ക് വരുന്നുള്ളൂ. നേരത്തെ 250-300 സിലിണ്ടർ വന്നുകൊണ്ടിരുന്ന പല ഡീലേഴ്സിനും ഇപ്പോൾ കിട്ടുന്നത് 50, 25, 75 ആ ഒരു റേഞ്ചിലാണ്. അതായത് 100ന് താഴെ റേഞ്ചിലാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് അവർ മാക്സിമം പറ്റാവുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഗോകുൽ, അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സാധാരണ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന സിറ്റുവേഷൻ. അത് ചെറിയ തട്ടുകട പോലുള്ള ഭാഗങ്ങളിലൊക്കെ ആണെങ്കിൽ അവർ ഇപ്പോൾ ഇതിനോടകം തന്നെ വിറകടുപ്പിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ ചോറ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ നമ്മൾ സംസാരിച്ചപ്പോൾ അവർ വിറകടുപ്പിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ നിൽക്കുന്ന ഹോട്ടലുകളുടെയൊക്കെ ഒരു പരിമിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നവീകരണമൊക്കെ വന്നിട്ടുള്ള ഹോട്ടലുകളാണ്. ഇവിടെ ഈ വിറകടുപ്പുകളുടെ പ്രവർത്തനം അത് അത്രത്തോളം പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. നമുക്ക് ഈ ഹോട്ടൽ ഉടമയോടും കൂടി ചോദിച്ചു നോക്കാം. ചേട്ടാ, ഇപ്പോൾ നിലവിലെ സിറ്റുവേഷൻ, ഇന്നത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റോക്കൊക്കെ ഉണ്ടോ? ഇന്നത്തേക്കുള്ള ഗ്യാസ് ഓൾറെഡി ഇന്നലെ കൊണ്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നാളെ തുറക്കണമെങ്കിൽ ഗ്യാസ് കിട്ടണം. അപ്പോൾ പല ഭാഗത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എവിടെയും ഗോഡൗണിൽ സാധനം ഇല്ല എന്നാണ് അവർ പറഞ്ഞത്. IOCയും ഭാരതം എല്ലാം വിളിച്ചു നോക്കി. അപ്പോൾ നാളെ ഇപ്പോൾ തുറക്കണമെങ്കിൽ ഗ്യാസ് കിട്ടിയേ പറ്റൂ. പിന്നെ വേറൊരു സംവിധാനത്തേക്ക് പോകാനുള്ള നമുക്ക് പറ്റൂല. കാരണം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറകടുപ്പോ വേറെ ഒരു ഇതും പെട്ടെന്ന് മാറാൻ കഴിയില്ല.
ഇപ്പം ഇത് മുൻകൂട്ടിയൊന്നും നമ്മൾ അറിയുന്നില്ല, പെട്ടെന്നാണല്ലോ പറയുന്നത് നാളെ മുതൽ ഗ്യാസ് ഉണ്ടാവില്ല എന്നൊക്കെ. അതുകൂടാതെ വിലയും കൂടുന്നു. നമ്മളെ സംബന്ധിച്ച് ഹോട്ടൽ നടത്തിക്കൊണ്ട് വളരെ ബുദ്ധിമുട്ട് പിടിച്ച സമയമാണിപ്പം. ഒന്നാമത് റംസാൻ മാസം സെയിൽ കുറവ്, അതുകൂടാതെ സ്റ്റാഫിൻ്റെ ഷോർട്ടേജ്, അതുകൂടാതെ ഇപ്പോൾ ഗ്യാസിന് വന്നപ്പോൾ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുള്ള ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലാണ് ഉള്ളത്. ഇപ്പോൾ ഗ്യാസും കൂടി ഇല്ലെങ്കിൽ അടച്ചിടാന്നുള്ള ഒരു സംവിധാനത്തിൽ വേറൊരു പരിപാടി നോക്കാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ശരിക്കും പരിതാപകരമാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതുപോലെയുള്ള ഈ ഹോട്ടലുകളെയും അതോടൊപ്പം തന്നെ ഹോസ്റ്റലുകളെയും ഒക്കെ ആശ്രയിച്ചിട്ടാണ് ഈ കൊച്ചി പോലെയുള്ള ഒരു മഹാനഗരത്തിലേക്ക് അത് യുവാക്കളൊക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റാരും ആയിക്കോട്ടെ അവർ ഈ ജോലി പോലുള്ള ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് എത്തുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ ഫുഡ് ഉൾപ്പെടെ നൽകുന്ന ഹോസ്റ്റലുകൾ, അത്തരം ഹോസ്റ്റലുകൾ ഉൾപ്പെടെ ഭക്ഷണമില്ലാതെ കുട്ടികൾക്ക് നിൽക്കേണ്ടി വരികയാണ്. എങ്ങനെ പോയാലും ഭക്ഷണമില്ലാതെ ആ കുട്ടികൾ നിൽക്കേണ്ട ഒരു സാഹചര്യം. ഈ പ്രതിസന്ധി, LPG സിലിണ്ടറുകളുടെ പ്രതിസന്ധി, അത് കേവലം ഹോട്ടലുകൾ പൂട്ടുന്നു അല്ലെങ്കിൽ ഹോട്ടലുകൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യത്തിനപ്പുറത്തേക്ക് ഉണ്ടാക്കി വെക്കുന്ന കുറെ പ്രശ്നങ്ങൾ കൂടിയുണ്ട്. കൊച്ചിയുടെ കാര്യം എടുത്താൽ ഇവിടെ ഒരുപാട് യുവാക്കൾ വരുമാനം കണ്ടെത്തുന്നത് സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള ഈ ഫുഡ് ഡെലിവറി വഴിയാണ്. ഈ ഹോട്ടലുകൾ സ്വാഭാവികമായും പ്രതിസന്ധി നേരിട്ടാൽ ഫുഡ് ഡെലിവറിയും സ്വിഗ്ഗി, സൊമാറ്റോ പോലെയുള്ള സംവിധാനങ്ങളും പ്രതിസന്ധി നേരിടും. അത് പലരുടെയും ഭക്ഷണം മുടക്കും. ഈ പറഞ്ഞതുപോലെ നഗരത്തിൽ വന്ന് താമസിക്കുന്ന കുട്ടികൾ, IT മേഖല തുടങ്ങി ഇങ്ങ് അസംഘടിത മേഖലകളിലുള്ള ദിവസക്കൂലിക്ക് ജോലി ചെയ്യുന്ന യുവാക്കൾ വരെ, യുവാക്കൾ മാത്രമല്ല ആരെടുത്താലും അവർക്കൊക്കെ ഭക്ഷണം ലഭിക്കാനുള്ള മാർഗങ്ങൾ ഇല്ലാതാവുകയാണ്. ഗോകുൽ, തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മളെ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിൽ പോലും ഹോസ്റ്റലുകളെ ആശ്രയിച്ചിട്ടാണ് ഈ കൊച്ചി പോലുള്ള നഗരത്തിൽ നിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണെങ്കിൽ പോലും നമുക്ക് ആ ഹോസ്റ്റലുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെയാണ് ആശ്രയമായിട്ട് വരുന്നത്. അങ്ങനെ പെട്ടെന്നൊരു നിലയിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ അവർക്ക് അത് നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് അവരെയും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഒരു ദിവസം ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെയാണെങ്കിൽ തന്നെ 2-3 സിലിണ്ടറുകളുടെയൊക്കെ ആവശ്യം വരും. അപ്പോൾ നിലവിൽ നമ്മൾ രാവിലെ സംസാരിച്ച ഇടങ്ങളിലൊക്കെ അവർ പറയുന്നത് ഇന്നത്തേക്കുള്ള സ്റ്റോക്ക് ഉണ്ട്, പക്ഷെ നാളെ എന്ത് ചെയ്യും എന്നുള്ള കാര്യം അറിയത്തില്ല എന്നാണ്. ഇതിനോടൊപ്പം തന്നെ കൊച്ചിയിലെ തന്നെയാണെങ്കിൽ പോലും പല കടകളും അത് നാളെ അടച്ചിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. നമ്മളിപ്പോൾ നിൽക്കുന്ന കട പോലും അത് അടച്ചിടേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ നമ്മൾ പെട്ടെന്ന് നോക്കിക്കഴിയുമ്പോൾ അത് വ്യവസായ മേഖലയെ അത് താറുമാറാക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് പെട്ടെന്ന് നോക്കുമ്പോൾ ആളുകൾക്ക് തോന്നുകയുള്ളൂ. പക്ഷെ അത് അങ്ങനെയല്ല. അതിന് പിന്നിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം അത് ഗോകുൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ സാധാരണക്കാരായിട്ടുള്ള സൊമാറ്റോ, സ്വിഗ്ഗി പോലെയുള്ള ഓടുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അത് അവരുടെ ദൈനംദിന ജീവിതത്തിൽ അത് വളരെയധികം വലിയ തരത്തിലുള്ള പ്രതിസന്ധികളിലേക്ക് പോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.